സർക്കാർ നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തുടനീളമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, കെട്ടിടങ്ങൾ, ഗതാഗത സംവിധാനങ്ങൾ എന്നിവ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിന് നടപടി സ്വീകരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. കാസർഗോഡ് മടിക്കൈ അടുക്കത്തുപറമ്പിൽ ഭിന്നശേഷി കുട്ടികൾക്കായി നിർമ്മിക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇന്ത്യയിലാകെ സഞ്ചരിച്ച് ഭിന്നശേഷി മേഖലയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയ മുതുകാടിന്റെ നിർദ്ദേശങ്ങൾ സർക്കാർ പരിഗണിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തുടനീളമുള്ള പൊതുയിടങ്ങൾ, ഗതാഗത സംവിധാനങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടെ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിന് നടപടി സ്വീകരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഗോപിനാഥ് മുതുകാട് നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം ഡിഫറന്റ് ആർട്സ് സെന്റർ മടിക്കൈ അടുത്തുപറമ്പിലെ 20 ഏക്കറിൽ 100 കോടി ചെലവിട്ട് നിർമ്മിക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്കായുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 2019 ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സമഗ്രമായ വികാസം ലക്ഷ്യമിട്ട് സാമൂഹ്യ സുരക്ഷാ മിഷന്റെ സഹകരണത്തോടെ അദ്ദേഹം തിരുവനന്തപുരത്ത് ആരംഭിച്ച ഡിഫറന്റ് ആർട്സ് സെന്റർ ഇതിനകം തന്നെ ലോകശ്രദ്ധ നേടിയിട്ടുണ്ട്. അതിന്റെ തുടക്കത്തിനിടയായ കാര്യങ്ങൾ നേരത്തെ അദ്ദേഹം വിശദമാക്കിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളിലെ സർഗാത്മകത ശാസ്ത്രീയമായി വികസിപ്പിച്ച് അവരെ സ്വയം പര്യാപ്തരാക്കുന്നതിൽ വലിയ പങ്കാണ് ഈ സ്ഥാപനം വഹിച്ചത്. കാഞ്ഞങ്ങാട് പലേഡിയം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗായിക KS ചിത്ര വെബ്സൈറ്റിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു. മണികണ്ഠൻ മേലേത്ത്, BPCL പ്രതിനിധി ജയദീപ്, കാനറ ബാങ്ക് പ്രതിനിധി MK ശ്രീകാന്ത്, കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഡയറക്ടർ ജനറൽ P മനോജ് കുമാർ, പ്രൊജക്ട് ഷെൽട്ടർ സ്ഥാപകൻ ഫാദർ ജോർജ് കണ്ണന്താനം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. MPമാരായ PV അബ്ദുൾ വഹാബ്, രാജ്മോഹൻ ഉണ്ണിത്താൻ, M രാജഗോപാലൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി തുടങ്ങിയവർ സംബന്ധിച്ചു. ഭിന്നശേഷി കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.